അടുത്ത മാസം ക്വാഡ് ഉച്ചകോടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് 47ാമത്തെ പ്രസിഡന്റ് ട്രംപും തമ്മിൽ ആദ്യമായി വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ്. ഒരു ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും. കാരണം ആദ്യത്തെ വരവല്ല ട്രംപിൻ്റെ രണ്ടാം വരവ്. 2.0 ട്രംപ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ലക്ഷ്യങ്ങളുള്ള ഒരു ട്രംപാണ്. അപ്പോൾ മോദിയുടെ മൂന്നാം ടൈമിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുറച്ചിട്ടുണ്ട്. അതിൻ്റെ പാതയിലാണ്. ഈ രണ്ട് ലോക നേതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സാധാരണഗതിയിൽ ഈ ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ അതിനു മുമ്പ് പല കാര്യങ്ങളും ഉണ്ട്. അതായത് കച്ചവടം, ഈ അനധികൃത കുടിയേറ്റം, നമ്മളെ ഇതെങ്ങനെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും അല്ലാത്തവരെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു, പിന്നെ ജന്മാവകാശ പൗരത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചൈന പ്രശ്നമുണ്ട്, ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കച്ചവടത്തിൻ്റെ അകത്ത് ഈ താരിഫിൻ്റെ ഒരു വിഷയമുണ്ട്. പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ട്രംപ് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ്. അത് പറഞ്ഞിട്ടുണ്ട്. മോദിയും ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ട്രംപ് കഴിഞ്ഞ ടൈമിൽ തന്നെ പറഞ്ഞു മോദി ഒരു ടഫ് നെഗോഷിയേറ്റർ ആണെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കച്ചവടക്കാരനാണ്. നല്ല കച്ചവടക്കാരൻ. ഗുജറാത്തിയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ താരിഫിൻ്റെ അകത്ത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നും പ്രചാരണ കാലത്ത് ട്രംപ് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് അമേരിക്ക റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളും കൂട്ടും, 25% ആക്കും എന്ന് പറഞ്ഞിട്ട് കാനഡയോടൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് എന്ന് നേരത്തെ വന്നിരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. അപ്പോൾ മോദി ചെല്ലുമ്പോൾ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് ഇന്ത്യ ഇളവുകൾ നൽകും, അതിൻ്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഉള്ളത് കൊണ്ട് നിക്ഷേപങ്ങൾ ധാരാളം ഇന്ത്യയിലേക്ക് വരാൻ വരേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ട്രംപിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ട്രംപിന് ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഒരു യുദ്ധത്തിനും പണം മുടക്കാനില്ല. ഒരു കച്ചവടക്കാരനും ഈ യുദ്ധത്തിന് പോകില്ല. ഒന്നാന്തരം കച്ചവടക്കാരനാണ്. ട്രംപിന് അമേരിക്കയുടെ താല്പര്യമുണ്ട്, ട്രംപിൻ്റെ സ്വന്തം താല്പര്യങ്ങളും ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ താരിഫ് ഇളവുകൾ ഇന്ത്യ കൊടുത്താൽ ഇന്ത്യക്കും താരിഫ് ഇളവുകൾ, ഇന്ത്യയിലേക്ക് പുതിയ സംരംഭങ്ങൾ വരും, നമുക്ക് കൂടുതൽ നിക്ഷേപം വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, നമുക്കും അമേരിക്കയിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉദാരമായി കയറ്റി അയക്കാനും പറ്റും. ഇതിനുവേണ്ടി ശരിക്കും ഇന്ത്യ വാതിലുകൾ തുറന്നു കൊടുക്കുക തന്നെയല്ലേ വേണ്ടത്? അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇന്ത്യ വലിയ ഇളവുകൾ നിക്ഷേപം ലാക്കാക്കി. അപ്പോൾ നമ്മൾ താരിഫ് ഈ ചുമത്തിയതിൽ തന്നെ ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഇളവുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വാതിൽ തുറക്കൽ തന്നെ ആയിരിക്കും. നിലവിലുള്ളതിൽ ഇളവ് തുറക്കുകയും വേണം. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ താരിഫിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പറച്ചിലൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും വേറെ ഗുണം കൂടിയുണ്ട്. അതായത് ഇന്നലെ ജപ്പാനെയും ഇസ്രയേലിനെയും പോലെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഖ്യകക്ഷിയുമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. ആ വാക്ക് വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കരുതണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പാർട്ട്ണർ ആൻഡ് ഫ്രണ്ട് എന്നാണ്. ഇത് നമ്മൾ ഇത്തവണ തിരിച്ചിട്ടു. ട്രംപ് വന്നപ്പോൾ ഫ്രണ്ട് ആൻഡ് പാർട്ട്ണർ എന്ന് അമേരിക്കയെ പറ്റി നമ്മൾ പറഞ്ഞു. അതെ. അല്ല, ഞാൻ പറയുന്നത് ട്രംപിൻ്റെ ലക്ഷ്യം കച്ചവടം തന്നെയാണ്. അത് പാനമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും കാനഡയ്ക്ക് വേണ്ടിയിട്ടുള്ള വാദമാണെങ്കിലും ഗ്രീൻലാൻഡ് വേണമെന്നാണ് പറയുന്നത്. എല്ലാം കച്ചവട താല്പര്യമാണ്. ഈ ഗസയുടെ കാര്യത്തിൽ കച്ചവട താല്പര്യമാണ്. അങ്ങനെ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഉദാരമായി വാതിലുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ലാൻഡ് വിസ്തൃതി കൂടുതലുണ്ട്, ജനസംഖ്യ കൂടുതലാണെങ്കിൽ. പക്ഷേ നമ്മൾ ഒരു പരിമിതമായ ഭൂവിഭാഗത്ത് നമ്മുടെ ഡെൻസിറ്റി കൂടുമ്പോൾ ചൈനയേക്കാൾ വലിയ കപ്പാസിറ്റി നമുക്കാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നമ്മൾ തുറന്നിട്ടാൽ അമേരിക്കയ്ക്ക് ട്രംപിന് ഉദാരമായ കച്ചവട താല്പര്യങ്ങൾ ഇവിടെ നടത്താൻ കഴിഞ്ഞാൽ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മറ്റു മേഖലകളിൽ സൈനിക
സൈനികമായത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അമേരിക്ക നമുക്ക് അനുകൂലമായ നിലപാടെടുക്കും. അതൊക്കെ എടുക്കും. ഇപ്പം പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുണ്ട് സാർ. ഇപ്പോൾ ചൈന ഒരു 5th ജനറേഷൻ വിമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 6th ജനറേഷൻ്റെ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ തേജസ് വിമാനങ്ങൾ 4th ജനറേഷൻ വിമാനങ്ങൾ പോലും ഇതുവരെ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചൈനയ്ക്ക് 6th ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും HAL വീണ്ടും തേജസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വീണ്ടും അതിനു വേണ്ടി ചെയ്യണം. 5th കരാറ് നമ്മൾ തേജസ്സിന് കൊടുക്കുക, HALന് കൊടുക്കുകയാണ്. HAL ഇത് എന്നുണ്ടാക്കിയെടുക്കുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ അമേരിക്ക F-35 അടക്കം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് F സീരീസിലുള്ള വിമാനങ്ങൾ ട്രംപിൻ്റെ കാലത്ത് നമുക്ക് ആഗ്രഹിച്ചു കൂടാഴിയില്ല. അതൊക്കെ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാർക്കറ്റ് തുറന്നു കൊടുത്താൽ, കച്ചവടത്തിനുള്ള അവസരം കൊടുത്താൽ, താരിഫ് ഇളവുണ്ടായാൽ സൈനികമായി പാകിസ്ഥാൻ F സീരീസ് ഉപയോഗിക്കുന്നു. വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ F-35 ഇസ്രയേലിന് മാത്രമേ കൊടുക്കുള്ളൂ. അതെ, കാരണം ഇസ്രയേലിന് കൊടുക്കുന്നതുകൊണ്ട് വേറൊരു രാജ്യത്തിനും കൊടുക്കാൻ പറ്റില്ല. അവിടെ കൊടുക്കില്ല. അതാണ് സൗദി ചോദിച്ചിട്ട് സൗദിക്ക് കൊടുക്കാതിരുന്നത്. സൗദി ചൈനയെ. പക്ഷേ ഏഷ്യയിൽ നമുക്കൊരു സേ ഉണ്ടാവും. ചോദിക്കാം, നമുക്ക് ഇവിടെ ചോദിക്കാം. എന്താന്ന് വെച്ചാൽ പാകിസ്ഥാന് വേണ്ട, അമേരിക്കയ്ക്ക്, ബംഗ്ലാദേശിന് വേണ്ട, ഒന്നിനും വേണ്ട, ചൈനയും വേണ്ട, നമുക്ക് തരാവുന്നതാണ്. മാത്രമല്ല ചൈനയോട് അടിച്ച് നിൽക്കേണ്ട ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ഈ മേഖലയിൽ. അതിന് അവർ 6th ട്രയൽ നടത്തുകയും 7th റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ 4 കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 4ാം തലമുറ യുദ്ധവിമാനം മാത്രമേ ഉള്ളൂ. നമ്മുടെ 5 പോലും അടുത്ത 10 വർഷത്തിനുള്ളിൽ വന്നാലേ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അമേരിക്കയാണ് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും വലിയ കച്ചവട പങ്കാളി സാധാരണഗതിയിൽ തന്നെ. 2023-24 $118 ബില്യൺ കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യ ട്രേഡ് സർപ്ലസ് 32 ബില്യൺ ആണ്. ആ സർപ്ലസ് അമേരിക്കയ്ക്ക് സാധാരണഗതിയിൽ ഇഷ്ടപ്പെടില്ല എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്, ഈ കച്ചവടത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ട്രംപ് വരുന്നത് കൊണ്ട് കച്ചവടം കുറേയും കൂടി നന്നായിട്ട് നടക്കും എന്നുള്ളതാണ്, ഉഷാറാവും എന്നുള്ളതാണ് കച്ചവടത്തിനെ പറ്റി പറയുന്നത്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ കുടിയേറ്റ നിയമമൊക്കെ കൊണ്ട് ഒരു 10-20,000 പേർക്ക് 18,000 എന്നൊക്കെ പറയുന്നുണ്ട്. 18,000 മുതൽ 20,000 വരെ. കുടിയേറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് മാഗ വലിയ ബഹളമായിരുന്നു. ഈ കുടിയേറ്റം പാടില്ല. പക്ഷേ മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1500 പട്ടാളക്കാരെ എക്സ്ട്രാ അയച്ചു. ഡീപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ട്രംപ് ഇന്നലെ പറഞ്ഞു H-1B വിസയുടെ കാര്യത്തിൽ കടുപിടുത്തം പാടില്ല, അത് അനുവദിക്കണം. നിങ്ങൾക്ക് നല്ല വൈൻ നന്നായി സെർവ് ചെയ്യുന്നവരെ, നല്ല വെയിറ്റർമാരെ വരെ കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് പറയുമ്പോൾ H-1B വിസ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. അത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ആ മാഗയുടെ എതിർപ്പിനെ അതിജീവിച്ചും H-1B വിസ തുടരും എന്ന് ട്രംപ് പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയല്ല, അത് ഇന്ത്യക്കുള്ള ഓഫറാണ്. ശരിക്കും അതെ, ഇന്ത്യക്കുള്ള ഓഫറാണ് അത്. കാരണം ഏറ്റവും കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സ് H-1B വിസ ഉള്ള ആളുകൾ ഇന്ത്യക്കാരാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്തു. ട്രംപ് പറഞ്ഞിട്ടുണ്ട് കാര്യത്തിൽ, അത് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ പത്രങ്ങളൊക്കെ മെയിൻ സ്റ്റോറിയാണ്. പിന്നെ അവിടെ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഈ ഉഷാ വാൻസിൻ്റെ അവിടെ തന്നെ പൗരത്വം റദ്ദാക്കപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടുത്തെ പോലെ തന്നെ പരത്തുന്നുണ്ട്. കാരണം അവരുടെ മാതാപിതാക്കള് ഇവർ ജനിക്കുമ്പോൾ അവിടെ പൗരന്മാരായിരുന്നില്ല, അതുകൊണ്ട് റദ്ദാക്കപ്പെടുമെന്ന്. അത് വിവരമില്ലാഞ്ഞിട്ടാണ്. കാരണം ഇപ്പോൾ ഉത്തരവ് ഒപ്പിട്ടല്ലോ, അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികളുടെ കാര്യത്തിലാണ് അത് വരാൻ പോകുന്നത്. മുൻകാല പ്രാബല്യത്തോടെ അല്ല, മുൻകാല പ്രാബല്യം അതിനില്ല. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപ് പോലും മൈഗ്രേറ്റ് ചെയ്തതാണ്. ജർമ്മനിയിൽ നിന്നാണ് മറ്റേ മുത്തച്ഛൻ്റെ കാലത്തുമൊക്കെ വന്നിരിക്കുന്നത് അവര്. അപ്പം നമ്മുടെ ഒരു 20,407 പേര് അവിടെ ഉള്ളത്. എനിക്കും ആലോചിച്ചപ്പോൾ അവരെ തിരിച്ചുവിടുന്ന തന്നെയല്ലേ നല്ലത്. അനധികൃത കുടിയേറ്റം നടത്തിയ ആളുകൾ, H-1B വിസയുടെ ആളുകളൊന്നും അല്ല ഇത് മെക്സിക്കോ വഴിയോ കാനഡ വഴിയോ ഒക്കെ കുടിയേറ്റം നടത്തിയിട്ടുള്ള ആളുകളാണ്. അവരുടെ കാര്യത്തിൽ, കാരണം 4ാമത്തെ വലിയ ഗ്രൂപ്പാണ് ഇന്ത്യക്കാർ ഈ അനധികൃത കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ. ആ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളോട് എങ്ങനെയാണോ അമേരിക്ക പെരുമാറുന്നത് അങ്ങനെ അതിൻ്റെ അകത്തുള്ളവൊന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും 37,000 പേരാണ് ഉള്ളത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഒരു 20,000 പേരോളം നമ്മൾ വരുന്നത്. അപ്പോൾ അവിടുത്തെ IC, ഇന്ത്യ, ഇറാഖ്, തെക്കൻ സുഡാൻ, ബോസ്നിയ
എന്നിവയ്ക്കൊപ്പം 15 നിസ്സഹകരണ രാജ്യങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബൈഡൻ്റെ കാലത്ത് നിസ്സഹകരണ രാജ്യങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മുദ്രയൊക്കെ മാറ്റിയിട്ടേ ഒരു നല്ല മനുഷ്യരായിട്ട് ഈ വക കാര്യങ്ങളിൽ ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. രേഖകളില്ലാത്തവരാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇവരെയും കൂടി നിങ്ങൾ താമസിപ്പിച്ചോളണം എന്ന് മോദി പറയാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അത് ആവാം, മറ്റുള്ള അവരുടെ ആഭ്യന്തര കാര്യമാണ്. മാത്രമല്ല സാർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒന്ന്, പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നു. ട്രംപ് പറയുന്ന ആഗോളതാപനം, ഈ മറ്റേ ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെ ചുമ്മാതാണ്, പ്രൊപ്പഗാൻഡയാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. അത് ശാസ്ത്രീയമാണോ എന്ന് എനിക്കറിയില്ല. ട്രംപിനെ സംബന്ധിച്ച് ഡ്രിൽഡ് ബേബി ഡ്രിൽ പരമാവധി. അതെന്താണെന്ന് വെച്ചാൽ മുമ്പ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആഗോള ഭീതി ഉണ്ടാക്കിയിരുന്നത് സുനിൽ ഓർക്കുന്നില്ലേ? ഈ റോഡ് കൂടെ പോകുന്ന എല്ലാവർക്കും എയ്ഡ്സ് വരും എന്ന് പറഞ്ഞ വലിയ ഒരു പ്രചാരണം ആഗോളമാകെ നടന്നിരുന്നു. അത് അജണ്ടയായിരുന്നു എന്നുള്ളത് പിന്നീട് വളരെ വ്യക്തമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ആഗോളതാപനത്തിനെ പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ ധരിക്കാറുണ്ട്, ഇതൊരു അജണ്ടയുടെ ഭാഗമല്ലേ? കുറേ പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുടെയൊക്കെ കാര്യത്തിൽ കാർബൺ എമിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കാറുകൾ കുറെ വിൽക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഈ കോർപ്പറേറ്റ് ലോബികൾ ഓരോ അജണ്ട കൊണ്ടുവന്നിട്ട് അവരുടെ കച്ചവടം, ഓസോൺ പാളിക്ക് തുള വീണു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ടാകും. അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓസോൺ പാളിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, കാർബൺ അതിന് കാരണമാവുന്നുണ്ട്. പക്ഷേ അത് ഭൂമിയെ ആകെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹിമാലയത്തിലെയോ അന്റാർട്ടിക്കയിലെയോ ആർട്ടിക്കിലെയോ ഒക്കെ മഞ്ഞുകട്ടയൊക്കെ ഇപ്പോൾ ഉരുകി ഭൂമി മുഴുവൻ വെള്ളത്തിലാകും 1-2 വർഷത്തിനിടയ്ക്ക് എന്ന തരത്തിലുള്ള പ്രചാരണത്തിലൊന്നും വലിയ കടമ്പൊന്നുമില്ല. ചില ഈ രാജ്യങ്ങളെ, സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ വായിച്ചിരുന്നു, ഈ പശുക്കള് നമ്മളുടെ വാഹനങ്ങളെക്കാൾ കൂടുതൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ വാഹനങ്ങളെ നിരോധിക്കുന്നതിന് മുമ്പ് കന്നുകാലികളും മറ്റു ജീവജാലങ്ങളും അവരും ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നത്. അതെ. അപ്പോൾ ആ പ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്യണ്ടേ? ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. അതുകൊണ്ടാണ് അജണ്ട ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇത്തരം അജണ്ടകളൊക്കെ ഉണ്ടാകാം. ഈ ആളുകൾ പറയും രാത്രി മരച്ചോട്ടിൽ കിടന്നുറങ്ങരുതെന്ന് പറയും. കാരണം രാത്രിയിൽ ചെടികൾ പുറത്തേക്ക് വിടുന്നത്, സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് ചെടികൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിൽ ആൽമരമില്ലേ, അവിടെ ഓക്സിജൻ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഈ ഓസോൺ കൊണ്ടുള്ള നമ്മുടെ ദോഷമൊക്കെ മാറാനായിട്ട് ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ, അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ, നമ്മൾ പ്രദക്ഷിണം വെക്കുമല്ലോ, അതിന്റെ ശാസ്ത്രം അമ്പലത്തിൽ കൊണ്ടാണെന്നൊക്കെ പറയുന്നത്. ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. നമ്മുടെ രാവിലെ അമ്പലത്തിൽ ഓസോണിനെ തടയും അത്രേ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏതായാലും ഇത്തരം ചില ഗിമ്മിക്കുകളെ പൊളിച്ചെടുക്കുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പാരീസ് ഉടമ്പടി അല്ല, അത് കൂട്ടത്തിൽ ഞാൻ പറയാൻ വന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് അതിന്റെ ടോട്ടൽ ബജറ്റിന്റെ 18% അമേരിക്കയാണ് കൊടുത്തത്. ഇനി 5 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കൊളാപ്സ് ചെയ്യത്തില്ലേ, തകർന്നു പോകുമ്പോഴാണ്. പക്ഷേ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സഹായം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണെന്നറിയാമോ സുനിലെ? അമേരിക്ക കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങൾ, അതായത് അമേരിക്ക കൂടുതൽ അതിൻ്റെ അകത്ത് പൈസ മുടക്കുന്നു എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതിൻ്റെ ഒത്തിരി ശരിയുണ്ടെന്ന് തോന്നുന്നു. ബാക്കി രാജ്യങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാം. വലിയ അവസരമാണ് വരുന്നത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ പങ്കാളികൾ. വേണമെങ്കിൽ ട്രംപ് പറയാം, ഒരു ഷെയർ ഞങ്ങൾ 3/2 അമേരിക്ക മുടക്കുന്നില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ട്രഷറി സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രഷറി പൂട്ടേണ്ടി വരുന്ന അവിടെയും പറയുന്നുണ്ടെന്നേ. കാരണം അവിടുത്തെ ട്രഷറി ബോണ്ടൊക്കെ വേറെ രാജ്യങ്ങൾ, ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ മേടിച്ചിട്ടാണ് നടന്നു പോകുന്നത്. അവിടെയും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ ഇത് കൂടുതൽ ആവശ്യമില്ലാത്ത ചെലവുകൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ കട്ടിയാണ്. ഹൂവിന് മറ്റു രാജ്യങ്ങളും കൂടി സഹായം മാത്രം, ഞങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുക്കുന്നു, ഇങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഹൂവിനെ പറ്റി അദ്ദേഹം പറയുന്നത്. അല്ല, മറ്റതുകൂടെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, അത് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ അമേരിക്ക, ശ്രീലങ്ക, പിന്നെ പാകിസ്ഥാൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾക്ക് കടം കൊടുത്തിട്ടുണ്ട്.
ഇതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. കിട്ടാക്കടം പിരിച്ചെടുക്കാനുള്ളൊരു പരിപാടി തുടങ്ങാൻ പോവാണ്. അതും തുടങ്ങും. ഇതിൻ്റെ കൂടെ അവിടെ മറ്റേ മസ്ക് ഇരിപ്പുണ്ടല്ലോ, ഈ കാര്യങ്ങളെ പറ്റി നല്ല പൈസ ഇല്ലെങ്കിൽ നിന്റെ ഒരു തുറമുഖം എന്നൊക്കെ. അതെ, അങ്ങനെയൊക്കെ പറയുക. ഇനിയിപ്പോൾ അവിടെ ട്രംപിൻ്റെ സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി വരുന്നുണ്ട്. $500 ബില്യൺ 4 കൊല്ലം കൊണ്ട് മുടക്കുന്ന പരിപാടിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബായിട്ട് അമേരിക്ക. ഈ പ്രഖ്യാപനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. 2 ദിവസങ്ങളിൽ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ ട്രംപിൻ്റെ ഇതാണ്. 4,31,522 രൂപ, ഇത്രയും പൈസ 500 ബില്യൺ മുടക്കാൻ പോകുന്നുണ്ട്. 43 ലക്ഷം കോടി എന്ന് വിചാരിക്കാം. ഇത്രയും രൂപ അതിന് ഓപ്പൺ AI, സാം ആൾട്ട്മാൻ, സോഫ്റ്റ് ബാങ്ക് CEO ജപ്പാൻ്റെ മസായോഷി സൺ, പിന്നെ ഒറക്കിളിൻ്റെ CEO ലാരി എല്ലിസൺ 1 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ 20,000 പേര് തിരിച്ചു വരുന്നതൊക്കെ പറഞ്ഞില്ലേ, അത് സ്കിൽഡായ ആളുകളല്ലല്ലോ. ഈ 1 ലക്ഷം പേരിൽ എത്രയോ ജോലി കിട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും തീർച്ചയായും. ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം ഇത്തരം മേഖലകളിലൊക്കെ, ഈ സ്കിൽഡ് മേഖലകളിലൊക്കെ അമേരിക്കക്കാർ കഴിഞ്ഞിട്ടേ അവിടെയുള്ളൂ. സുന്ദർ പിച്ചയല്ലേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ AI പദ്ധതിയാണ് വരുന്നത്. മസ്ക് ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ എക്സിൽ. സാം ആൾട്ട്മാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്ക് പറയുന്നത് സോഫ്റ്റ് ബാങ്കിൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ല, എനിക്കവരെ നന്നായിട്ട് അറിയാം, അവരുടെ കയ്യിൽ 10 ബില്യണൊക്കെ ഉള്ളൂ, ഇതിനവർ തരാൻ സാധ്യതയില്ല. ഇതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ടെക്സസിൽ, ഇതിൻ്റെ ആദ്യത്തെ ഡാറ്റാ സെൻറ്ററിൻ്റെയോ മറ്റോ. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി, വലിയൊരു പദ്ധതി, ഇങ്ങനൊരു പദ്ധതി ചരിത്രത്തിൽ അമേരിക്കയിലോ വേറെ രാജ്യങ്ങളിലോ ഉണ്ടായിട്ടില്ല. 43 ലക്ഷം കോടി രൂപയുടെ പദ്ധതി. ഇതിൻ്റെ അകത്ത് വലിയൊരു ഷെയർ എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് വരുന്നുള്ളത് ഉറപ്പാണ്. ജോലിയായിട്ടോ നിക്ഷേപമായിട്ടോ നമ്മളുടെ ഇൻഫോസിസൊക്കെ പോലെയുള്ള ഈ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തമായിട്ടും ഒക്കെ വരും. വലിയ പദ്ധതിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഫ്രണ്ടും കൂടെ അടുത്ത മാസം കാണും. അതെ, കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ രാജ്യവും നമ്മുടെ സർക്കാരും വളരെ കാര്യമായി ഇപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഹോംവർക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രംപ് ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ അംഗീകരിക്കുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുക. ഏതായാലും നമ്മൾ ലോകത്തിന് മുന്നിൽ നമ്മുടെ വാതിലുകൾ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും വാതിൽ തുറന്നിടുകയാണ്. നമ്മളും തുറന്നിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ മലർക്കെ തുറന്ന് മാത്രമല്ല പുതിയ അവസരങ്ങളുടെ ഹബ്ബായി ഇന്ത്യ മാറും. ഭരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വേരുകളുള്ള ഒരുപാട് ആളുകളെ ട്രംപ് എടുത്ത് വെച്ചിട്ടുമുണ്ട്. അതെ, പിന്നെ ജയശങ്കറിന് ഏറ്റവും മുമ്പിൽ ചൈനീസ് വൈസ് പ്രസിഡന്റിന് 2ാം നിരയിൽ സീറ്റ് കൊടുത്തപ്പോൾ ജയശങ്കറിന് 1ാം നിരയിൽ സീറ്റ് കൊടുത്തു. 1ാം നിരയിൽ സീറ്റ് കൊടുത്തു, ഏറ്റവും മുമ്പിൽ 1ാം നിര. അതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ അവസരങ്ങളുടെ വാതായനമല്ല, അവസരങ്ങളുടെ ഒരു നാഷണൽ ഹൈവേ തുറന്നു കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം, രാഹുൽ ഗാന്ധി, ഇടതുപക്ഷമൊക്കെ നമ്മൾ അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യുന്നു എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങാനുള്ള സാധ്യതയും കാണാതിരുന്നുകൂടാ. ആ പണി അവരെടുക്കുന്നതിൻ്റെ തെളിവാണ് ജന്മ പൗരത്വം ഉണ്ടല്ലോ, ജന്മാവകാശം. അത് ട്രംപ് ചെയ്ത് എന്തോ വൃത്തികേടാണെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അരപ്പേജൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. എങ്ങാനും ട്രംപ് ചെയ്തതുപോലെ നമ്മളും ചെയ്താലോ എന്നുള്ള ആശങ്കയായിരിക്കും. അതായിരിക്കും. പല ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. മാത്രമല്ല ചിലപ്പോൾ കോടതിയിൽ അതിന് തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നും വരാം. ട്രംപിന് നേരിടാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം 14ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ പറയുന്ന പോലെ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് എമിഗ്രേറ്റ്സ് ചെയ്യുന്നത്. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മറികടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ തന്നെ 22 സ്റ്റേറ്റുകളോ മറ്റോ കോടതി പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് ജഡ്ജസാണ് കൂടുതലുള്ളതുകൊണ്ട് സുപ്രീം കോടതി പോയാൽ വലിയ ഫലമില്ല എന്ന് പറയുന്നവരുമുണ്ട്. ട്രംപിനെ അനുകൂലിക്കുന്ന, ട്രംപ് നിയമിച്ച ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ കൂടുതലെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിലൊരു 3 ജഡ്ജിമാർ ചേർന്നിട്ട് വനിതാ ജഡ്ജിമാർ, അതിലൊരാൾ ട്രംപ് നിയമിച്ച ആൾ ചേർന്നിട്ടാണ് ട്രംപ് കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. അതൊക്കെ അതെ, അങ്ങനെയുണ്ട്. കാരണം ജഡ്ജിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനാണെന്ന് തോന്നുമല്ലോ, നിയമിച്ചവനെതിരെയും വിധിക്കുമല്ലോ. ആ ജഡ്ജിയെ ട്രംപ് നല്ലപോലെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് മറ്റേ ബിഷപ്പിനെയും ചീത്ത വിളിച്ചു. അതെ അതെ അതെ, വനിതാ ബിഷപ്പിനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.